ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ വല്ലാണ്ടങ്ങ് ഉപദ്രവിക്കുകയാണ് കേട്ടോ. സുധിയും അതുപോലെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ചേർന്ന് ഷർട്ട് ഊരുകയും അതുപോലെ തന്നെ പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുകയും കള്ളനായിട്ട് തരം താഴ്ന്ന രീതിയിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതി അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നത് പോലും ഇല്ലാതെയാണ് നമ്മുടെ ശ്രുതി ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ ശ്രുതി നീ കള്ളനാടാന്നൊക്കെ വിളിച്ചു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശരത്തിന്റെ ആ പിടി അങ്ങ് വിട്ടുപോയിട്ടോ. ക്ഷമയ്ക്കൊരു പരിധി ഉണ്ടല്ലോ. ക്ഷമയുടെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സുധിയുടെ കോളറെ കയറി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഞാൻ കള്ളനല്ല, ഞാൻ ഒന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കോളറെ കയറി കുത്തി പിടിച്ചതും നമ്മുടെ ശ്രുതി ഇങ്ങ് വന്നില്ലേ. ശ്രുതി ഇങ്ങ് വന്ന് ചെവിക്കാരനെ നോക്കി ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു നമ്മുടെ ശരത്തിനിട്ട്. വല്ലാണ്ടായി പോയിട്ടോ. ശരത്തിന് ആ അടി കൊണ്ട വേദനയല്ല, രേവതിക്കും ആ അടി കൊണ്ട വേദനയല്ല, അപ്പോഴുണ്ടാകുന്നൊരു മാനസികാവസ്ഥ, അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണല്ലോ. നമ്മുടെ രേവതി കണ്ണു തള്ളിപ്പോയി. ഒരിക്കലും ശ്രുതിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ രേവതി. അതുപോലെ തന്നെ അവിടെ ഒരു അടി ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരത്ത് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ കോളറയിലൊന്ന് കയറി പിടിച്ചതാ. ഉടനെ നമ്മുടെ രേവതി ഇങ്ങോട്ട് വന്നിട്ട് ശ്രുതി നീ എന്താ ഈ കാണിച്ചത്, എൻ്റെ അനിയനെ നീ എന്തിനാ തല്ലിയതെന്ന് ചോദിച്ചപ്പം എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടാലേ തല്ലു അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവൻ എന്താ കാണിച്ചത്, എൻ്റെ ഭർത്താവിനെ അടിക്കാൻ ചെന്നില്ലേ, ആരടിക്കാൻ ചെന്നു, അതിന് എൻ്റെ അനിയൻ നിന്റെ ഭർത്താവിനെ അടിക്കാൻ ചെന്നില്ലല്ലോ. ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. ക്ഷമിച്ച് അങ്ങേയറ്റം ക്ഷമിച്ചു. ലാസ്റ്റ് ആ കോളറയിൽ ഒന്ന് കയറി പിടിച്ചെന്നും പറഞ്ഞ് എൻ്റെ അനിയൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്, പിന്നെ എന്തിനാ അവനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയത് എന്ന് ചോദിച്ചപ്പം അതിന് ഇവന് പട്ടിയല്ലെന്ന് ആരാടി പറഞ്ഞത്, ഇവൻ വെറും തെരുവ് പട്ടിയാ. തെരുവ് പട്ടിയുടെ ആ ഒരു ഗുണം പോലും ഇവനില്ല. തെരുവട്ടിയുടെ ആ ഒരു വില പോലും ഇവന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവൻ വെറും കള്ളനല്ലേ, കള്ളൻ. ഇവന്റെ ദേഹം പരിശോധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇത്രയ്ക്ക് ചൂടാകാനൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവനെ പരിശോധന നടത്തിയതല്ലേ, അത്ര ഒന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയും കൂടെ ഇളകണം. അതിനാണ് ചന്ദ്ര ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എന്ത് ധൈര്യത്തിന്റെ പുറത്താ നീ ഇവന്റെ ദേഹത്ത് കൈവച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര വായടക്കടി, ഇവനെ അടിച്ചതിന് പകരം ശ്രുതിനെ നീ അടിക്കാൻ പോവാണോ, അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ ചോണയുള്ളവനാണെങ്കിൽ ഒന്ന് അടിക്ക്, ഒന്ന് കാണണല്ലോ, അവളുടെ ദേഹത്ത് തൊട്ടാലേ നീ വിവരം അറിയും. വിവരം കള്ളക്കൂട്ടങ്ങള് കള്ളത്തരം ചെയ്തിട്ട് നാണം ഉണ്ടോടി നിനക്കൊക്കെ. അല്ല ശ്രുതി, നീ എന്തിനാ നോക്കിയിരിക്കുന്നത്, ഈ കള്ളനെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്, ഇവനെ ഇനി കുറച്ചു നേരം പോലും ഇവിടെ വെച്ചോണ്ടിരിക്കരുത്, അവനെ പിടിച്ച് തള്ള് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെ പിടിച്ച് പുറത്താക്കാണ് കേട്ടോ. ഒരൊറ്റ തള്ളിയതും നമ്മുടെ സച്ചിയുടെ കരങ്ങളിൽ സുരക്ഷിതമായിട്ട് ചെന്ന് ശരത്ത് വീണു. പിന്നെ പറയാനുണ്ടോ, നമ്മുടെ ഹീറോ എത്തിയില്ലേ, പിന്നെ പൊടി പൂരമാണ് അങ്ങോട്ടേക്ക്. സത്യം പറയാൻ നമുക്ക് കുളിര് കോരുന്ന സൈസുള്ള കുറെ വാക്കുകളാണ് നമ്മുടെ സച്ചി അവിടെ പ്രയോഗിക്കുന്നത്. സച്ചി വരുമ്പോൾ തന്നെ നമുക്കൊരു കുളിര് കോരും. കാരണം അത്രയ്ക്കും ഹീറോ ആയിട്ടാണല്ലോ നമ്മുടെ സച്ചിനെ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ സച്ചി വന്ന് നമ്മുടെ ശരത്തിനെ പിടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെന്നു. കൂടെ നമ്മുടെ ശ്രീകാന്തും ഉണ്ടായിരുന്നു. ശ്രീകാന്ത് എന്താ പറ്റിയത്, ശരത്തെ നിനക്ക് എന്താ പറ്റിയത്, ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. നമ്മുടെ സച്ചി ഇതൊന്നും ചോദിക്കാൻ കൂട്ടാക്കിയില്ല. സച്ചിനെ കണ്ടത് സത്യത്തില് നമ്മുടെ ചന്ദ്രയും ശ്രുതിയൊക്കെ കിടുകിട വിറയ്ക്കാണ് കേട്ടോ. അവിടെ വേറെ എന്തെങ്കിലും നടക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സച്ചി വന്നു കഴിഞ്ഞാല് ശ്രുതിയുടെ ആ ഒരു ധൈര്യമൊക്കെ എവിടെ ചോർന്നു പോയി എന്നറിയത്തില്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. ശ്രുതി മുഖത്ത് പോലും നോക്കുന്നില്ല സച്ചിയുടെ, അതുപോലെ പേടിച്ചു വരച്ച് നിൽക്കുക. ചന്ദ്രയ്ക്കും അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ പതിയെ അങ്ങോട്ട് നീങ്ങി മാറി നിൽക്കുന്നു. പിന്നെ ശ്രുതി അവിടെ ഉള്ളത്, ശ്രുതിയുടെ ധൈര്യവും ചോർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു അവസ്ഥയാണ് ശ്രുതിയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതിയെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ശരത്തിനെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടാട്ടോ ചെല്ലുന്നത്. ശരത്തിന്റെ തോളത്ത് കൈ ഇട്ടുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവനെ എന്തിനാ അകത്തേക്ക് പിടിച്ചോണ്ട് വന്നത്, ഇവനെ വെറും കള്ളൻ. അന്ന് നിന്റെ ബൈക്ക് മോഷ്ടിച്ചത് ആരാണെന്നറിയാമോ, അത് ഇവനാ. അതിപ്പോ നിങ്ങൾ പറയണമെന്നില്ല, അതെനിക്കറിയാം. അല്ല അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്, നിങ്ങൾക്ക് ഇവിടെ എന്താ പ്രശ്നം, നിങ്ങളുടെ എന്തെങ്കിലും ഇവൻ മോഷ്ടിച്ചോ? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നാളിലോടാ നീ പെണ്ണ് കെട്ടിയത്, കഷ്ടമുണ്ട് കഷ്ടം.
കുടുംബ മഹിമയൊക്കെ അങ്ങ് വിട്. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പുണ്ട്. ബൈക്ക് മോഷ്ടിച്ചതൊക്കെ പഴയ കഥയാ. അതൊക്കെ എന്തിനാ നിങ്ങൾ ഇപ്പൊ എടുത്തിട്ടത്? നിങ്ങളോട് ആരാ ഇപ്പൊ ആ കഥ എടുത്ത് ഇപ്പൊ ഇടാൻ പറഞ്ഞത്? അല്ല, ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ ഇവനോടൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഇവനൊക്കെ വെറും തരം താഴ്ന്നതാ. ഇതുപോലെയുള്ള കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ വേറെ ഏത് കുടുംബത്തിൽ നിന്നാണ് ഇവന് പെണ്ണ് കിട്ടുന്നത്? ഓ, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി ഉത്തമ. എടാ പേരും കള്ളനായ നീ തന്നെ ഇതൊക്കെ പറയണോടാ. ആഹാ, അതെ, പൗഡർ എടുത്തി അറിയണോ? ദേ, നിന്റെ കെട്ടിയനുണ്ടല്ലോ കള്ളനാ, വെറും കള്ളൻ. ഇവന് മോഷണത്തില് ഡിഗ്രി എടുത്തവനാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്റെ ആ ഒരു ഡിഗ്രിയില് മോഷണത്തിന്റെ ഡിഗ്രി മാത്രം എഴുതിയിട്ടുണ്ടായിരിക്കില്ല, ബാക്കി എല്ലാ ഡിഗ്രി എഴുതിയിട്ടുണ്ട്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയുവോ? അറിയാം, പോലീസുകാർ വന്ന് സംസാരിച്ചിട്ട് പോയതല്ലേ. അച്ഛൻ എന്നെ എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോ ഇവിടെ വന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് വ്യാഖ്യാനത്തിനൊന്നും നിൽക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സച്ചി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ സച്ചി നോക്കിയപ്പോഴത്തേക്ക് അവിടെ പുസ്തകങ്ങളും പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ തറയിൽ കിടക്കാണ്. അപ്പൊ ചോദിച്ചു, ഇതെന്താ ബുക്കും പാത്രങ്ങളൊക്കെ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? ശരത്തെ പറയടാ, ഇവിടെ എന്താ ഉണ്ടായത് എന്നിങ്ങനെ ചോദിച്ചപ്പോ ശരത്തൊന്നും മിണ്ടിയില്ല. അപ്പൊ രേവതി പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ശരത്ത് ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ബാഗ് ചെക്ക് ചെയ്യാനായിട്ട് പുസ്തകങ്ങളും ഇതൊക്കെ താഴെ ഇട്ടതാന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, എന്താ ഏട്ടാ ഈ കാണിച്ചത്? എന്താ മനസാക്ഷിക്ക് നിരക്കാത്ത പരിപാടിയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട്, കിട്ടിയ അവസരം നീ മുതലാക്കിയല്ലടാ സുധി. എടാ കള്ള, നീ ഇത് ചെയ്യും, അതെനിക്കറിയാം. കാരണം നീ വെറും വൃത്തികെട്ടവനാ. അല്ല ശരത്തെ, ഇവര് ചെയ്തതിനൊക്കെ നീ എന്തിനാടാ നീ നിന്നു കൊടുത്തത്? വാഴയാടാ നീ, വെറും വാഴ. ഒരു കാറ്റ് വന്ന വീഴും. നിനക്ക് 2 മിനിറ്റ് കൊടുക്കത്തില്ലായിരുന്നോ? അതെല്ലാം സഹിച്ച് ആണാണെന്ന് പറഞ്ഞ് നീ എന്തിനാ ഇവിടെ നിന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓഹോ, നീ എന്താടാ എന്റെ മകനെ തല്ലിക്കാൻ നോക്കുകയാണോ? ഇവനെ ശ്രുതിയുടെ ഷർട്ടിൽ കയറി പിടിച്ചതാ. ശ്രുതി അവന്റെ കവിളത്തിനിട്ടൊന്ന് പൊട്ടിച്ചത് കൊണ്ട് പേടിച്ച് പിന്മാറിയതാ. ഇവനെ തല്ലിയെന്നോ? ഓഹോ, അത്രയ്ക്ക് ധൈര്യമൊക്കെ വന്നോ? ആഹാ, അത് കൊള്ളാലോ. നീ എന്തിനാടി ഇവരെ അടിച്ചത്? അല്ല, അതിനുള്ള അവകാശം നിനക്ക് ആര് തന്നു? അത് പിന്നെ സുധീനെ അടിക്കാൻ ഇവൻ നോക്കിയപ്പം ഞാൻ അടിച്ചതാ. പിന്നെ സുധീനെ അടിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ? അല്ല, അടിക്കാൻ നോക്കിയപ്പം നീ അടിച്ചോ? എന്നിട്ട് സുധീനെ ഇവനെ അടിച്ചോ? ഇല്ലല്ലോ. സുധീനെ അടിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ശരത്ത് പറഞ്ഞു, ഇല്ല സച്ചേട്ടാ, ഞാനും അടിക്കാൻ നോക്കിയിട്ടില്ല. എന്നെ ഉപദ്രവിച്ചപ്പോ ഞാൻ അയാളുടെ ഷർട്ട് കയറി പിടിച്ചതാ. എന്റെ പാൻറ് ഊരാനും എന്റെ ഷർട്ട് ഊരാനും ഒക്കെ ശ്രമിച്ചു. മോഷ്ടിക്കാൻ വന്നതും പോരാ, അവന് അത് ചോദ്യം ചെയ്തപ്പം അവന്റെ ഷർട്ട് കയറി പിടിക്കുകയും ചെയ്തു. നീ അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ സച്ചി. ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ, പോലീസിനെ വിളിക്കുക. ഇവനെ അവർ കൊണ്ടുപോയി കൈകാര്യം ചെയ്തോളൂ എന്ന് പറയുമ്പം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ, നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. അതെ, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട. നീ പോലീസിനെ വിളിക്കുക ശ്രുതി. പോലീസിനെ വിളിക്കുക, പോലീസ് വരട്ടെ. ശരത്തിനെ അല്ല പൊക്കേണ്ടത്, നിന്റെ കെട്ടിയവനായിരിക്കും അവർ പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നത്. പോലീസിനെ വിളിക്കുക എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതി ഒന്ന് പേടിച്ചു. എന്തിന് എന്റെ ഭർത്താവിനെ പോലീസ് വെക്കണം? വിളിക്കുക, പെട്ടെന്ന് വിളിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തില് ഇവൻ എന്റെ ബൈക്ക് എടുത്തു. ആ കേസൊക്കെ പണ്ടേ കോംപ്രമൈസ് ആക്കിയതാ. എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പൊ അവനൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിന് പോലീസ് വന്നാൽ അവനെ പിടിച്ചോണ്ട് പോകണം? പോലീസ് വരട്ടെ. പോലീസ് വന്നാൽ വെറും കൈയോടുകൂടി പോലീസിനെ ഞാൻ ഇവിടെ പറഞ്ഞു വിടില്ല. ഇവിടെ ഒരു കള്ളനുണ്ടല്ലോ, ആ കള്ളനെ കൊടുത്തു വിടാം അവരുടെ കയ്യിൽ. അതായിരിക്കും നല്ലത്. എനിക്കും ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട കാശെടുത്തിട്ടാ ഇവൻ ഇറങ്ങിപ്പോയത്. ഒരു പരാതി എഴുതി കൊടുത്താലുണ്ടല്ലോ, ആദ്യം ഇവനെ പൊക്കും. പല വകുപ്പുകൾ ചുമത്തി ഇവന്റെ പേരിൽ കേസെടുക്കും. ഞങ്ങൾ പരാതി എഴുതി കൊടുക്കാം. ഇവനെ പിടിച്ചോണ്ട് പോയി ജയിലിലിടട്ടെ, അതാ നല്ലത്. ഇവൻ ജയിലിൽ കിടന്നു കഴിയുമ്പോൾ അതിന്റെ സുഖം എന്താണെന്ന് ഇവൻ മനസ്സിലാക്കും. ഒരു പാതിവ്രതം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. സച്ചി പറയുന്നത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പഞ്ചപുച്ഛ മടക്കി നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ, ശ്രുതി കാശ് മോഷ്ടിച്ചിട്ടൊന്നുമില്ല, കൊടുത്ത കാശ് മേടിച്ചിട്ടേ ഉള്ളൂ. ഇവനെ അച്ഛനെ പറ്റിച്ചിട്ട് മുങ്ങിയതാ. ആ കാശും കൊണ്ട് ഇവന് ഒരു പെണ്ണിനെ കൊണ്ടു കൊടുത്തതാ. ആ പെണ്ണ് ആ കാശും കൊണ്ട് മുങ്ങി. എന്നിട്ട് ഇവൻ കള്ളനല്ലെന്നേ നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഞങ്ങളെല്ലാം കണ്ടത് തന്നെ ഇവിടെ. പിന്നെ ഉണ്ടല്ലോ, പോലീസ് ഇവിടെ വന്ന എന്തിനാണെന്നറിയാമോ? ആ പെണ്ണിനെതിരെ കേസ് ഇവൻ കൊടുത്തു. ആ കേസ് അന്വേഷിക്കാനാണ് പോലീസ് ഇവിടെ വന്നത്. ആ പെണ്ണ് തെറ്റ് ചെയ്തെങ്കിൽ ഇവനും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം തന്നെയാ. ഒരാൾ കാശ് മോഷ്ടിച്ചോണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു. ഇവനിൽ നിന്ന് മോഷ്ടിച്ച് ആ പെണ്ണ് അത് കൊണ്ടുപോയി. എന്താ പോലീസിനെ വിളിക്കുന്നില്ലേ? ഇത്രയും പറഞ്ഞപ്പോ എന്തു പറ്റി? പോലീസിനെ വിളിക്കാനാ പറഞ്ഞ. മര്യാദയ്ക്ക് പോലീസിനെ വിളിക്കണേ. അല്ല, എന്തു പറ്റി? എന്റെ അമ്മയും നിന്റെ ഭാര്യയും ഒന്നും മിണ്ടാത്തത്? പൗഡർ നടത്തി പറ, പോലീസിനെ വിളിക്കുക. പൗഡർ നടത്തി പെട്ടെന്ന് പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുക, പോട്ടെ, ഇനിയിപ്പം സാരമില്ല, നമ്മൾ എന്തിനാ നമ്മുടെ പല്ലിന്റെ ഇട തന്നെ കുത്തി മണപ്പിക്കുന്നത്, പിന്നെ മണപ്പിക്കാതെ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ട് മണപ്പിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അല്ല, നീ എന്തിനാ ശരത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ പോലീസ് വന്നതും പറഞ്ഞതും ഒക്കെ ചേച്ചി വിളിച്ചു പറഞ്ഞിരുന്നു, ഇവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ എന്നോട് അമ്മ പറഞ്ഞു. കേട്ടോ ഇവൻ പറഞ്ഞത്? ക്ഷമ ചോദിക്കാൻ വന്നവനെ കള്ളനെന്നും പറഞ്ഞ് വിളിച്ച് അടിച്ചിറക്കാൻ നോക്കുന്നു. നീയൊക്കെ എന്തിനാണ് പഠിച്ചത്? അതിന്റെ വല്ല വിവരവും ബോധവും ഉണ്ടോടാ നിനക്ക്? എന്തെങ്കിലും വിവരവും ബോധം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ബൈക്ക് മോഷിച്ച് ഇവനെ നിങ്ങൾ തല്ലി, അപ്പം 50 ലക്ഷം മോഷിച്ച് ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറ. അതും സ്വന്തം വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ മോഷിച്ചുകൊണ്ട് പോയ ഇവനെ. പിന്നെ എന്നോ ചെയ്ത തെറ്റിന് ഇവൻ ക്ഷമ ചോദിക്കാൻ വന്നു. നീ വലിയ തെറ്റ് ചെയ്തു. അച്ഛനോടോ ഞങ്ങളോടോ നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ പേരില്? ഇല്ലല്ലോ. അതിനുള്ള മനസ്സ് പോലും നിനക്കില്ല, അതിനുള്ള വിവരവും ബോധവും നിനക്കില്ല എന്ന അതിന്റെ അർത്ഥം. നീ ഒരു പെരുങ്കള്ളൻ. നീയെ വലിയൊരു കുറ്റവാളി തന്നെയാ. പിന്നെ നീ ഇനിയും ചെയ്ത തെറ്റ് ആവർത്തിക്കും, അതെനിക്കറിയാം. എന്റെ പൊന്നെ, നിന്നെ വിശ്വസിച്ച പലരും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നിന്റെ ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും. ഞാൻ പറയുന്നതേ എഴുതി വെച്ചോ, ഈ ചന്ദ്രമതിയും പൗഡർ എടുത്തിയും. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്ന് പറഞ്ഞു, എടാ സച്ചി, ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണ്ട, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക, വെറുതെ എന്തിനാ? അതെ, എല്ലാവരും അകത്ത് കയറിപ്പൊക്കെ. മോനെ ശരത്തെ, നീ നിന്റെ ചേച്ചിയോട് സംസാരിക്കാൻ വന്നല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോയാൽ മതി. ആരാ നിന്നെ തടയുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് മോന് ചേച്ചിയുടെ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രേവതി അങ്ങ് നീങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴാണ് ബാഗും പുസ്തകവും എല്ലാം അവിടെ നിരന്ന് കിടക്കുന്നത് കണ്ടത്. അതൊക്കെ പിറക്കി വെച്ചിട്ട് പതിയെ നമ്മുടെ ശരത്തിനെയും കൊണ്ടാണ് അവിടെ നിന്ന് നമ്മുടെ രേവതി കിച്ചണിലേക്ക് പോകുന്നത്. ഈ സമയം ചന്ദ്ര ഇങ്ങനെ നിന്ന് രൂക്ഷമായിട്ട് നോക്കുക. രവീന്ദ്രൻ പറഞ്ഞു, എന്താണ് നീ നോക്കി പഠിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് പെരക്കകത്ത് കയറിപ്പോടി എന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര അപ്പം തന്നെ പെരക്കകത്തും കയറിപ്പോയി. അങ്ങനെ കിച്ചണിൽ ചെന്ന് നിന്ന് കരയുന്ന നമ്മുടെ ശരത്തിനെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ശരത്ത് പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചു ചേച്ചി, അതിന്റെ ഭവിഷ്യത്ത് ഇത്രയ്ക്ക് വലുതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചിയല്ല അനുഭവിക്കുന്നത്. ഞാൻ കാരണം എൻ്റെ ചേച്ചി അമ്മയൊക്കെ ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. ദേ വീട് ശരത്തെ, നീ കരയാതെ. എന്തിനാ കരയുന്നത്? കരയൊന്നും വേണ്ട. പണക്കാരെത്ര കോടികൾ മോഷ്ടിച്ചാലും പിന്നീട് അത് എല്ലാം അവര് മറക്കും. പക്ഷെ പാവപ്പെട്ടവൻ 1 രൂപ മോഷ്ടിച്ചാലേ ജീവിത അവസാനം വരെ ആ കള്ളൻ എന്ന പേര് നിലനിൽക്കും. ആരും അത് മറക്കുകയും ചെയ്യില്ല. അതാ ഈ ലോകത്ത് നടക്കുന്നത്. ഒരിക്കൽ നീ ഒരു തെറ്റ് ചെയ്തു, പിന്നീട് അത് നീ ആവർത്തിച്ചോ? ഇല്ലല്ലോ. അവിടം കൊണ്ട് ആ തെറ്റ് തീർന്നു. പക്ഷെ എന്നിട്ടും അവിടുത്തെ സംഭവം എടുത്തിട്ട് എല്ലാവരും നിന്നെ ക്രൂശിക്കുകയല്ലേ ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യാനാകും മോനെ? ഇനി ഒരിക്കൽ നീ 1 രൂപ പോലും മോഷ്ടിക്കരുത്. ഇതൊരു പാഠമാ മോനെ, എല്ലാവർക്കും ഒരു പാഠം. ഇല്ലേ ചേച്ചി? ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി. മോഷ്ടിക്കില്ല, ഒരിക്കലും മോഷ്ടിക്കില്ല. ഇവിടെ നടന്നതൊന്നും നീ അമ്മയോട് പറയരുത്. അമ്മയ്ക്ക് അത് വലിയ വിഷമാവും. നീ ഇവിടെ വന്ന് മാപ്പ് ചോദിച്ചു, എല്ലാവരും മാപ്പ് തന്നു എന്ന് മാത്രമേ നീ പറയാൻ പാടുള്ളൂ. വേറെ ഒന്നും നീ അമ്മയോട് പറയില്ല. ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും അമ്മയോട് പറയില്ല. പോട്ടെ മോനെ, സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ രേവതി കരയാണ് കേട്ടോ. ഇനി നീ കരയരുത്, ഇനി നിന്റെ കണ്ണ് നിറയരുത്, ഇതൊക്കെ നീ മറന്നേരെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ രേവതി ശരത്തിനെ ചേർത്ത് പിടിക്കുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രീകാന്തും വർഷയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വർഷേനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, ഇനി എല്ലാ ദിവസവും നീ ഇങ്ങനെ വന്ന് എന്നെ പിക്ക് ചെയ്തോണ്ട് പോകണം എന്നൊക്കെ പറയാണ്. അപ്പൊ അതിനിപ്പോ എന്താ ഞാൻ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. നമ്മുടെ വർഷേനെ വിട്ടിട്ട് നേരെ പോവുകയാണ്. വർഷേനെ വിട്ടിട്ട് നേരെ പോയതും കുറെ ഗുണ്ടകൾ വന്ന് നമ്മുടെ ശ്രീകാന്തിനെ വളയുന്നു. അത് വേറെ ആരും അല്ലാട്ടോ, നമ്മുടെ വർഷയുടെ അച്ഛൻ വിട്ട ഗുണ്ടകളാണ് നമ്മുടെ ശ്രീകാന്തിനെ വകവരുത്താൻ വേണ്ടി. അങ്ങനെ ശ്രീകാന്തിനെ വകവരുത്താൻ വേണ്ടി വിട്ട ഗുണ്ടകള് നമ്മുടെ ശ്രീകാന്തിന്റെ വണ്ടി തടയുകയും അവിടെ വലിയൊരു എന്താ പറയുക, നമ്മുടെ ശ്രീകാന്തിനിട്ട് വലിയൊരു പണി തന്നെയാണ് കൊടുക്കുന്നത്. ശ്രീകാന്തിനെ അടിച്ച് അവരെല്ലാവരും കൂടെ ചേർന്ന് തളർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വകവരുത്താൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് സച്ചി അവിടെ പെട്ടെന്ന് എത്തുക. സച്ചി കാണുമ്പോഴത്തേക്കും ശ്രീകാന്തിനെ കുറെ ഗുണ്ടകളിട്ട് ഇടിച്ച് പപ്പടമാക്കുന്നു. നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്നില്ല. സച്ചി അങ്ങോട്ട് ചെന്ന് ഇവരെ അടിച്ച് ഒരു സൈഡിലേക്ക് ആക്കി. അപ്പൊ കുറെ പേര് ഓടിപ്പോയി. പക്ഷെ അവിടെ 1-2 പേര് നിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സച്ചിനെ അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, എന്താടാ നീ? അത് പിന്നെ സച്ചിയേട്ടന്റെ ആരാ ഇത് എന്റെ അനിയനാ. അല്ല എന്താ സംഭവിച്ചത്? അല്ല ഇവനെ അടിക്കാൻ കാരണം എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ് കാരണം സഹിത, അതായത് വർഷയുടെ അച്ഛനാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഞങ്ങൾക്ക് തന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ സച്ചി സഹിക്കുവോ? എന്നിട്ട് അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഓഹോ ഇത് അയാൾ ചെയ്താണല്ലേ,
ഹാ എങ്കിൽ പിന്നെ അയാൾക്കൊരു പണി തിരിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. അച്ഛനോടുള്ള ദേഷ്യ നമ്മളോട് തീർക്കുന്നത്. അയാൾക്ക് 8ന്റെ പണി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട, അയാളെ വെറുതെ വിട്ടേരെ. ഇല്ലില്ല, അയാളെ വെറുതെ വിടാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾക്കിട്ടൊരു 1.5 പണി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ സച്ചി കാറിനകത്ത് ചെന്ന് കയറുകയാണ്. ഏതായാലും ബാക്കിയുള്ള കഥയൊന്നും നമ്മുടെ സച്ചിക്ക് അറിയില്ല. സച്ചി ഇപ്പോഴും ഓർക്കുന്നത് ആ മുൻവൈരാഗ്യം നിലനിർത്തിക്കൊണ്ടാണ് വർഷയുടെ അച്ഛൻ നമ്മുടെ ശ്രീകാന്തിനെ അടിക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ്, ശ്രീകാന്തിന് കൊട്ടേഷൻ കൊടുത്തത് എന്നാണ്. കാരണം അറിയാലോ ആ ഒരു കോർട്ടിൽ നടന്ന പ്രശ്നങ്ങളും പെൻഷൻ പണം തടഞ്ഞു വെച്ചതും ഒക്കെ. അപ്പൊ ആ ഒരു വൈരാഗ്യമാണെന്നാണ് സച്ചി ഓർക്കുന്നത്. സ്വപ്നത്തിൽ പോലും സച്ചിക്ക് വേറൊരു കാര്യവും അറിയത്തില്ല. നമ്മുടെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കാനും കൂട്ടാക്കിയില്ല. അറിയാലോ സച്ചിയുടെ സ്വഭാവം, എടുത്തു ചാടി എന്ന് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാ. അങ്ങനെ നേരെ നമ്മുടെ സച്ചി ചെല്ലുന്നത് വർഷയുടെ വീട്ടിലേക്കാണ്. വർഷയുടെ അച്ഛനാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ആരാണെന്ന് ഇന്ന് അയാളുടെ മക്കൾക്ക് മനസ്സിലായി കാണും, മകന് മനസ്സിലായി കാണും, ഇനി മേലാൽ എൻ്റെ കൊച്ചിന്റെ പുറകെ നടക്കത്തില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ട്, ഏട്ടാ ഇവിടെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാതെ വന്ന് ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മനസ്സിൽ ഇങ്ങനെ പറയാ, ഇന്ന് എനിക്ക് ഒന്നും ഇറങ്ങില്ല, ഇന്ന് ഞാൻ കരുതിയിരുന്ന ദിവസമാ, എനിക്ക് സന്തോഷമുള്ള ദിവസമാ, അവനെ വക വരുത്തുന്ന ദിവസമാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ സച്ചി കയറി വരുന്നത്. ഏതായാലും സച്ചി കയറി വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും പൊടി പൂരം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ സച്ചി വർഷയുടെയും ശ്രീകാന്തിന്റെയും ആ ഒരു വിവരം അറിഞ്ഞാൽ എന്തായിരിക്കും ഇനി നടക്കാൻ പോവുക, അതുപോലെ തന്നെ അയാളെ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക. അയാൾക്ക് ഇനിയിപ്പം ശ്വാസം ഇടാൻ പോലും സ്ഥലം കാണില്ല. അതുപോലെ അയാള് നമ്മുടെ വർഷയുടെ അച്ഛനെ പെരുമാറി വെക്കും. കാരണം വേറെ ആരുമല്ല, നമ്മുടെ സച്ചിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഗൗതമിന്റെയും നന്ദയുടെയും കഥ, പിന്നെ ഗോമതിയുടെയും ബാലന്റെയും കഥയുമാണ്. അത് മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.